ഇന്ത്യൻ സിനിമയിലെ ബഹുമാന്യമായ സവിശേഷ സ്ഥാനം എക്കാലവും മലയാള സിനിമ കൈവരിച്ചത് അതിൻ്റെ പ്രതിഭാധാരാളിത്തം കൊണ്ടാണ്. ഉള്ളടക്കത്തിൻ്റെ കാമ്പും കരുത്തും പിന്നെ അസാമാന്യരായ അഭിനയ പ്രതിഭകളുമായിരുന്നു എന്നും മലയാള സിനിമയുടെ മുതൽക്കൂട്ട്. പരിധിയില്ലാതെ പണം മുടക്കാൻ ശേഷിയുള്ള ഇതര ഭാഷാ സിനിമാ വ്യവസായങ്ങൾക്ക് മുന്നിൽ നമ്മുടെ സിനിമ ഇക്കാലം അത്രയും തലപ്പക്കത്തോടെ നിന്നത് ഇത് രണ്ടും കൊണ്ടാണ്. സ്വാഭാവികാഭിനയത്തിൻ്റെ സ്വയം പാകം കൊണ്ടും പഴകുന്തോറും പകിട്ടേറുന്ന താരപ്രഭ കൊണ്ടും ഇതിഹാസങ്ങളായ മലയാളത്തിൻ്റെ മമ്മൂട്ടിയും മോഹൻലാലും ഇതാ വീണ്ടും ഒന്നിച്ചൊരു സിനിമയിലെത്തുന്നു. പതിറ്റാണ്ടിലധികം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മഹാനടന്മാർ വീണ്ടും ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ ഫസ്റ്റ് ടീസർ ഇന്ന് മലയാളത്തിന് ദൃശ്യവിരുന്നായി. RDX റാപ്പ് കാണൂ ആദ്യം. മോഹൻലാലും മമ്മൂട്ടിയും കടലും ആനയും പോലെ മലയാളികൾക്ക് കണ്ടു മതിവരാത്ത മഹാമേരുക്കൾ. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ചിത്രത്തിൽ മുഴുനീളെ അവർ ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയാണ് പാട്രിയറ്റിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇന്ന് പുറത്തിറങ്ങിയ പാട്രിയറ്റിന്റെ ടീസർ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ആയിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. തീപാറുന്ന ഡയലോഗുകളും ട്വിസ്റ്റുകൾ നൽകുന്ന സൂചനകളുമായി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കഥാപാത്രങ്ങൾ കളം നിറയുമ്പോൾ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിവരുമാണ് നിരക്കുന്നു. സുഷിൻ ശ്യാമിന്റെ ത്രില്ലടിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും. ബോളിവുഡിലെ പ്രശസ്ത ഛായാഗ്രഹകൻ മനുഷ് നന്ദയാണ് ക്യാമറയ്ക്ക് പിന്നിൽ. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ മഹേഷ് നാരായണൻ തന്നെയാണ്. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ശ്രീലങ്ക, അസർബൈജാൻ, ഡൽഹി, ഷാർജ, കൊച്ചി, ലഡാക്ക് എന്നിവിടങ്ങളിലുള്ള ചിത്രീകരണം പൂർത്തിയാക്കി. രോഗമുക്തനായി മമ്മൂട്ടി തിരിച്ചെത്തിയ ശേഷം ഇന്നലെയാണ് ഹൈദരാബാദ് ഷെഡ്യൂൾ പുനരാരംഭിച്ചത്. മോഹൻലാൽ, മമ്മൂട്ടി ഒരുമിച്ചുള്ള കൊച്ചി സെക്കൻഡ് ഷെഡ്യൂൾ അതിനുശേഷം ചിത്രീകരിക്കും. UK ഷെഡ്യൂളും പൂർത്തിയാക്കാനുണ്ട്. ആൻഡ്രൂ ജോസഫ്, KG അനിൽകുമാർ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. 2026 വിഷു റിലീസായ ചിത്രം ആഗോള തലത്തിൽ പ്രദർശനത്തിനെത്തും. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇന്ത്യൻ സിനിമയിൽ തന്നെ 2 സൂപ്പർ താരങ്ങൾ കൂടുതൽ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചത് മലയാളത്തിലാണ്. ഇവർ രണ്ടുപേരും, മമ്മൂട്ടിയും മോഹൻലാലും, ഇതുവരെ ഒരുമിച്ചെത്തിയത് 54 സിനിമകളിലാണ്. ആദ്യമായി ഇരുവരും ഒരുമിച്ച ചിത്രം 1982 പുറത്തിറങ്ങിയ പടയോട്ടം. ഒടുവിൽ ഇരുവരും പ്രധാന വേഷത്തിൽ ഒരുമിച്ചെത്തിയ സിനിമ 2008 പുറത്തിറങ്ങിയ 2020. 2008 മമ്മൂട്ടി നായകനായ കടൽ കടന്നൊരു മാത്തുക്കുട്ടി. മോഹൻലാൽ ചെറിയ അതിഥി വേഷത്തിലെത്തി 2013 അത്. ഹരികൃഷ്ണൻസ് 2020 പോലുള്ള ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് ഹിറ്റുകളായിട്ട് വലിയ ചരിത്രമാണ് എഴുതിയത്. സജീവമായി സിനിമാ പ്രവർത്തനങ്ങളിലേക്ക് മമ്മൂട്ടി മടങ്ങിയെത്തുന്നത് 250 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. രോഗമുക്തനായ മമ്മൂട്ടി പാട്രിയറ്റ് സിനിമയുടെ ചിത്രീകരണത്തിലെത്തിയത് ഇന്നലെയാണ്. ഇന്ന് ടീസർ വന്നു. മമ്മൂട്ടിയുടെ മടങ്ങി വരവിന് പിന്നാലെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ടീസർ പുറത്തു വന്നത്. ടീസർ വൈറലായിട്ടുണ്ട്. ഏറ്റെടുത്ത് മലയാള സിനിമാ ലോകം. ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ മോഹൻലാൽ പാട്രിയറ്റിൻ്റെ വിവിധ ഷെഡ്യൂളുകളിൽ ഇനിയും അഭിനയിക്കാൻ എത്തും. അദ്ദേഹം അഭിനയിക്കാനുണ്ട്. നിലവിൽ ജീത്തു ജോസഫിൻ്റെ ചിത്രം ദൃശ്യം 3യുടെ ലൊക്കേഷനിലാണ് മോഹൻലാൽ ഉള്ളത്. മമ്മൂട്ടി അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീസർ വലിയ തോതിൽ ആഘോഷമാക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ശബ്ദം, അവരുടെ ക്ലാസിക് ഇംഗ്ലീഷിലുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള ശബ്ദം വീണ്ടും വന്നു. മോഹൻലാലിൻ്റെ കൂടെ നടക്കുന്നതും കാണാം. അതാണ് അതിൻ്റെ ഒരു സന്തോഷകരമായ കാര്യം. തീർച്ചയായിട്ടും 250 ദിവസത്തിന് ശേഷം, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാകും. എന്തായാലും 250 ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ലൈവായി അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടു. മമ്മൂട്ടിയുടെ ശബ്ദം അങ്ങനെ ദീർഘകാലം അങ്ങനെ ഇരിക്കുന്ന ഒന്നല്ലല്ലോ. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ടീസറിലൂടെ നമ്മൾ ആ ശബ്ദം കേട്ടു. അതിനേക്കാളൊക്കെ ഉപരിയായി മലയാള സിനിമ എന്നതിനപ്പുറത്ത് മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ എന്നാണല്ലോ പലപ്പോഴും പല പ്രയോഗങ്ങളും വന്നുപെടുക. അപ്പോൾ എപ്പോഴും അവർ നമ്മുടെ ഈ സാംസ്കാരിക കലാഭൂമികയിൽ നിറഞ്ഞു നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സിനിമ 2013 അത് കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ ഒരു ചെറിയ റോളിലാണ് മോഹൻലാൽ വരുന്നതെങ്കിൽ ഇതങ്ങനെയല്ലല്ലോ. ഇതൊരു മുഴുനീള റോളാണ്, ഒരു ആക്ഷൻ പാക്ഡ് സിനിമയാണ് എന്നുള്ളത് ആ ടീസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ഉണ്ടാക്കുന്ന സിനിമയാണ്. ഈ സോഷ്യൽ മീഡിയ കാലമായപ്പം ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ടൊക്കെ ഫാൻസ് തമ്മിൽ ഇങ്ങനെ ഈ പരസ്പരം ഒരു നിലവാരമില്ലാത്ത ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റവും നിലവാരമില്ലാത്ത തരത്തിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിക്കുന്ന രീതിയുണ്ട്. ആ സോഷ്യൽ മീഡിയ ഏറ്റുമുട്ടലിൻ്റെ ഒരു കാലത്ത് ഇവരുടെ സിനിമകൾ, ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സിനിമകൾ വരുന്നു. മാത്രമല്ല അതിനകത്ത് വലിയ താരങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ ഫഹദ് ഫാസിലാണെങ്കിലും കുഞ്ചാക്കോ ബോബൻ, നയൻതാര, അങ്ങനെ ഒട്ടേറെ സൂപ്പർ താരങ്ങൾ വേറെയും ഉള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് 2020 ശേഷം ഇത്രയും വലിയ താരങ്ങൾ ഒരുമിച്ചാണ് നിരക്കുന്ന ആദ്യത്തെ സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. പിന്നെ ഒരു മഹേഷ് നാരായണൻ ഇത്തരം വലിയ സിനിമകൾ ചെയ്യാനുള്ള ശേഷി പ്രകടിപ്പിച്ച് ഇതിനു മുമ്പ് തന്നെ പ്രകടിപ്പിച്ച ആളാണ് എന്ന് കൂടെയുണ്ട്. എന്തായാലും അത്
കാത്തിരിക്കേണ്ടതൊരു കാര്യമാണ്. നമ്മുടെ സിനിമയ്ക്ക് ലഭിച്ച വരദാനങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. പ്രത്യേകമായിട്ട് ഇത് പറയേണ്ടതല്ല. അവർ വീണ്ടും ഒരുമിക്കുന്നു എന്നതിലപ്പുറം ഒരു മലയാളി സിനിമാ പ്രേമിക്ക് സന്തോഷിക്കാൻ എന്താണുള്ളത്? ആരാധകർ കാത്തിരിക്കുന്ന അത്രയും ആവേശത്തോടെ RDXും പാട്രിയറ്റിനായി കാത്തിരിക്കുകയാണ്. മഹേഷ് നാരായണനും മറ്റെല്ലാ അണിയറ പ്രവർത്തകർക്കും RDXിൻ്റെ ആശംസകൾ. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.